കാസർഗോഡ് തൃക്കരിപ്പൂരിൽ UDF തടഞ്ഞെന്ന പരാതിയിൽ സന്ദീപ് വാര്യരെ വീട്ടിലെത്തി കണ്ട് CITU നേതാവ്. ചെറുവത്തൂരിൽ കൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടി തടഞ്ഞെന്നായിരുന്നു UDFന്റെ പരാതി. ആവേശത്തിൽ തെറ്റുപറ്റിയതാണെന്ന് കൃഷ്ണൻ പറഞ്ഞതായി സന്ദീപ് വാര്യർ പറയുന്നു. ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സന്ദീപ് വാര്യർ പങ്കുവച്ചു. അരുൺ പൂപ്പറമ്പയുടെ വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, ഒരു തെറ്റ് പറ്റിയുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്നതും അത് തെറ്റ് തിരുത്തുന്നതും ഒക്കെ നല്ല പ്രവണതയാണ്. അതാണ് ഇപ്പോൾ ഈ കാഴ്ചയിലൂടെ കണ്ടതല്ലേ? ശ്രുതി, കഴിഞ്ഞ ദിവസമാണ് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച്, അതായത് സന്ദീപ് വാര്യരുടെ പ്രചാരണ പരിപാടി നടക്കുന്നതിനിടെ അത് തടഞ്ഞു എന്ന പരാതി, അതായത് CPM CITU പ്രവർത്തകർ തടഞ്ഞു എന്നതായിരുന്നു UDFന്റെ പരാതി. CITU നേതാവായിട്ടുള്ള കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് തടഞ്ഞത് എന്ന പരാതിയാണ് UDF ഉന്നയിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ UDF വ്യാപകമായി പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം CPM അതിനെ തള്ളി അത്തരത്തിലൊരു തടയലോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം ഉണ്ടായിട്ടില്ല എന്നാണ് CPM രാഷ്ട്രീയമായി വിശദീകരിക്കുകയും ചെയ്തത്. അതിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ UDF ഉന്നയിച്ച പരാതിയിലുള്ള ദൃശ്യങ്ങളിലുള്ള CITU നേതാവായിട്ടുള്ള കൃഷ്ണൻ സന്ദീപ് വാര്യരുടെ താമസ സ്ഥലത്തെത്തി സന്ദീപ് വാര്യരെ കണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ തന്നെ ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ മറ്റ് സമൂഹ മാധ്യമ ഹാൻഡിലുകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തെറ്റുപറ്റിയെന്ന് CITU നേതാവ് സമ്മതിച്ചു എന്നതാണ് പറയുന്നത്. അങ്ങനെ കൃഷ്ണൻ തന്നെ സന്ദീപ് വാര്യരോട് അത് സമ്മതിച്ചു എന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തായാലും പറയുന്നത്. അതിൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെയുള്ള കാര്യമുണ്ടെങ്കിൽ പോലും അത് രാഷ്ട്രീയമായാണ് സന്ദീപ് വാര്യരും UDFും പ്രചരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.